മതരാഷ്ട്രവാദം എന്ന അടിസ്ഥാന പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചെന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി വി.ഡി. സതീശൻ വെള്ളപൂശുന്നതിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി. സതീശന്റെ നിലപാട് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ പിണക്കുന്നതിന് തുല്യമാണെന്നാണ് ലീഗ് നേതാക്കളുടെ വാദം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിക്കുന്ന പ്രമേയമാണ് സമസ്ത പാസാക്കിയത്. ജമാഅത്തെ ഇസ്ലാമി കോലിബി സഖ്യത്തിന്റെ കോർഡിനേറ്റർ സതീശൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സമസ്തയുടെ പ്രമേയം, അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് UDF-നോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാടെന്ന്. അവരാരും വേറെ മറുപടി പറയുന്നില്ല. പറയുന്നത് ഇതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന വി.ഡി. സതീശൻ മാത്രമാണ്, മറ്റുള്ളവർ ആരും മിണ്ടുന്നില്ല. ലീഗ് എന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വർഗീയതക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ UDF ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. പ്രസാദ്, ഇക്കാര്യത്തിൽ ലീഗിന് എന്താണെങ്കിലും അതൃപ്തിയുണ്ട്, കാര്യങ്ങൾ അത്ര പോസിറ്റീവ് അല്ല UDF-ൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇത് കേവലം വി.ഡി. സതീശന്റെ നിലപാട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? എന്താണ് സാഹചര്യം? ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ നടത്തുന്ന ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന വലിയ പ്രതിസന്ധിയാണ് UDF-ൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. മുസ്ലിം മതസംഘടനകളിൽ സമസ്ത ഉൾപ്പെടെ, സമസ്തയിലെ രണ്ട് വിഭാഗവും അതോടൊപ്പം തന്നെ മുജാഹിദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്. അവരുടെ പ്രസ്താവനകളും അവരുടെ നിലപാടുകളും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ വി.ഡി. സതീശൻ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്നു. ഇതാണ് ലീഗിലും അതൃപ്തിക്ക് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ജമാഅത്ത് ഇസ്ലാമിയുടേതല്ല എന്ന് പറയുന്ന വി.ഡി. സതീശൻ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കും, അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുമ്പോഴാണ് ആ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്കൊപ്പം നിൽക്കുന്ന EK വിഭാഗത്തിന്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം തന്നെ പിന്തുണ അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് കാരണമാകുമെന്നൊരു വിലയിരുത്തൽ ലീഗിനുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ ന്യായീകരിച്ചു പോകാനാകില്ല എന്നുള്ളതാണ് ലീഗ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ LDF-ഉം അതോടൊപ്പം BJP-യും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. സമസ്തയാണെങ്കിൽ അവരുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സംഘടനകളും അങ്ങനെ തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അത് തിരുത്തണം, അല്ലെങ്കിൽ ആ രീതിയിൽ പോയാൽ അത് തിരിച്ചടിയാകുമെന്നതാണ് ലീഗിന്റെ വിലയിരുത്തൽ. ശരി പ്രസാദ്.